കൂലിപ്പണിയാണ്. സൈക്കിളിലാണ് പോണത്. വേറെ ഒന്നും പറയാനില്ല. വലിയ ആഗ്രഹമല്ലേ നമ്മള് സ്വാഭാവികമായിട്ട് വലിയ ആഗ്രഹം തന്നെ. നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഒന്നും പറയാനുണ്ട് കാര്യങ്ങൾ, പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. രാവിലെ ഇവിടെ നടന്ന് സൈക്കിളിൽ പോകും. സിറ്റിയിൽ കംപ്ലീറ്റ് സൈക്കിളിൽ പോകും. നെടുവാങ്ങാട് വരെ പോകും. ആറ്റിങ്ങിൽ സൈക്കിളിൽ ഞാൻ പണിക്ക് പോകണം, കൂലിപ്പണിയാണ്. കർഷകർക്ക് തന്നെ പോകണം, എല്ലാ പണിക്കും പോകും. പിന്നെ എൻ്റെ ഭാര്യയും നല്ല സപ്പോർട്ടാണ്. രാവിലെ എഴുച്ച് ആഹാരം ഉണ്ടാക്കി തരാനും കൊണ്ടുപോകാനും ജോലി ചെയ്ത് കൊണ്ട് കൊടുക്കാനും പിള്ളേരെ നല്ലപോലെ നമ്മൾ അവളെ ധൈര്യം കൊടുത്തു പഠിക്കാൻ. പൈസ ഇല്ലെങ്കിലും പൈസ എവിടെ നിന്നുണ്ടായെന്ന് അറിഞ്ഞില്ല. ഇപ്പം ഈ പോർച്ചിങ്കിൽ തന്നെ ആക്കാൻ വേണ്ടി ഈ ഒരു ചരിത്രം കൂടെ ഞാൻ പറഞ്ഞത്. ഇവള് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. അവിടെയും മാസം നമ്മൾ പൈസയൊക്കെ അടയ്ക്കും. മാസം ബില്ലടയ്ക്കാൻ സമയത്ത് മിസ് ബില്ലടയ്ക്കും. അപ്പോൾ വളരെ ടൈറ്റാണ്, വളരെ ബുദ്ധിമുട്ട്. എവിടെ കൂടെയെങ്കിലും അളിയന്മാർ സഹായിച്ചിട്ടുണ്ട്, എവിടെ കൂടെയെങ്കിലും സഹായിക്കാം. എൻ്റെ ഭാര്യയാണെങ്കിൽ കുടുംബശ്രീയിലുണ്ട്, ജനശ്രീയിലുണ്ട്. അവിടെ നിന്ന് പൈസ എടുക്കും. പിന്നെ ഞാൻ ഗൾഫിൽ 7 കൊല്ലമായിരുന്നു, സൗദി അറേബ്യ ഇരുന്നു. എൻ്റെ സഹോദരിമാരെല്ലാം ഉണ്ടായിരുന്നു. അതിഥികളെല്ലാം അയച്ചു. അതിൽ ബാക്കിയുള്ള പൈസയ്ക്കാണ് 7 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് ഇത്രമേൽ ഒപ്പിച്ചത്. രണ്ടാമത് പോകാൻ പറ്റിയില്ല. അങ്ങനെ അവൾ ഈ ലോണൊക്കെ എടുത്തുകൊണ്ട് വരുമ്പം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഒരു 2 മാല കൊണ്ടുവന്നു. ഒരു കെട്ടുകാലിയും ഒരു മാലയും കൊണ്ടുവന്നു. പിന്നെ എനിക്ക് സംബന്ധം വീട്ടിൽ നിന്ന് ഒരു മാല കിട്ടി. ഈ മാല ബാങ്കിൽ കൊണ്ട് പണം വയ്ക്കും, കാർഷിക ലോണിൽ വയ്ക്കണം. അതാണ് നമ്മളെ വിജയം. വർഷത്തിലടുത്ത് പുതുക്കേണ്ടി വരുമ്പോൾ ഇവള് ഈ പിള്ളേർക്ക് ഈ കഠിനമായി ഇത് വരുമ്പോൾ ഈ പൈസ എടുത്ത് റോൾ ചെയ്താണ്. അവിടെ നിന്ന് കൂട്ടി വെച്ചാണ്. ഒരുപാട് പൈസ കടമാണ്, ബാങ്കിൽ തന്നെ ഇരിക്കുന്നത്. ഇതെടുത്താണ് എൻ്റെ പൊണ്ണും അവൾ പൈസ പഠിക്കാനും വായിക്കാനും എല്ലാം ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോൾ പോർച്ചെങ്കിലും 1.25 ലക്ഷം രൂപയാണ് കെട്ടിവെക്കുന്നത്. ഫസ്റ്റിൽ ഇവള് MCC കോളേജിൽ പോയിട്ട് വന്നപ്പം അവിടെ നിന്ന് പോർച്ചെങ്കിലും 10,000 രൂപ അടയ്ക്കുന്നു ക്ലാസ് തുടങ്ങാൻ വേണ്ടി. അപ്പോൾ ഞാൻ ചിട്ടിക്ക് പൈസ എടുത്തോണ്ട് വന്നു. ഡെയിലി ചിട്ടിക്ക് പലിശയ്ക്ക് എടുത്തോണ്ട് വന്നപ്പോഴും എടുത്തോണ്ട് ചോദിക്കുന്നു ശനിയാഴ്ച കിട്ടണം. ശനിയാഴ്ച പണിക്ക് പോകണം, ഞായറാഴ്ചയും പണിക്ക് പോകണം. തിങ്കളാഴ്ച പണിക്ക് പോയപ്പോൾ എൻ്റെ കട്ടർ മെഷീൻ കൊണ്ട് കൈ ഇപ്പം ഇത് പറ്റിയത്. വെള്ളം ഇത്രയും ദൂരം നമ്മൾ എന്നാലും കൈവിട്ടില്ല. അപ്പം പോസ്റ്റ് ഓഫീസിൽ ചിട്ടി കിട്ടി, മാസം 2,000 രൂപ. ഇവള് 5 കൊല്ലം ആകുമ്പോൾ പൈസ തിരിച്ചു കിട്ടും. അപ്പോൾ ഒരു സ്വർണം നമുക്ക് എടുക്കാൻ വേണ്ടി ആണ് കൊടുത്തത്. അപ്പോൾ ഈ 3 മാസം പെൻഡിങ് വന്നപ്പോൾ അടയ്ക്കാൻ പറ്റാതെ ഇരുന്നപ്പോൾ പുള്ളിക്കാരി ഇതിലെ ഇനി താഴെയുള്ളതാണ്. ഇവിടെ വന്നപ്പോൾ ഇനി അടയ്ക്കാൻ പറ്റില്ല, പൈസ എടുത്ത് പിൻവലിച്ച് തരുമെന്ന് കേട്ടു. അപ്പോൾ നോക്കട്ടെ ഒന്ന് കൊടുക്കാൻ 90,000 രൂപ കിട്ടി. 90,000 രൂപ കിട്ടിയപ്പോൾ ഈ പൈസ കൊണ്ട് പിള്ളേരെ അവിടെ ദൈവം ഫുൾ പൈസ അവിടെ അടച്ചു. ആളിയെ 25 രൂപ കൊണ്ടുവന്നു. 25 അപ്പോഴല്ല അമ്മ തീർച്ചയായും ഇത്രയും നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല അവരെ എടുത്തിരിക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത്. അമ്മയോട് ഒന്ന് സംസാരിക്കാം. അമ്മ എന്താണ്? നമുക്ക് ദൈവം അവളെ അനുഗ്രഹിച്ചു, അത്രേ ഉള്ളൂ. നമ്മളെ ഫുൾ സപ്പോർട്ട് മോക്കുണ്ടായിരുന്നു. പിന്നെ ഒരു മോനുണ്ട്, മോൻ ലയോള കോളേജിൽ പഠിക്കുന്നുണ്ട്, BSc Physics എടുത്ത് പഠിക്കുന്നു. ഇത്രയൊക്കെ ഉള്ളു. അവളെ അധ്വാനത്തിന്റെ ഫലം ദൈവം അവൾക്ക് കൊടുത്തു, അത്രേ ഉള്ളൂ പറയാൻ. എന്താ പറയുന്നത്? നമുക്ക് അച്ഛനൊക്കെ വാക്കുകൾ കേട്ടിട്ട് എന്താ ചോദിക്കേണ്ടതെന്ന് അറിയില്ല. അതെ, ഇവര് രണ്ടുപേരും ഞാൻ പഠിത്ത കാര്യത്തിൽ ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടോ അവരെപ്പോഴും എസ്സേ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ അടുത്ത്. പിന്നെ എന്റെ ഡ്യൂട്ടി നന്നായിട്ട് പഠിക്കാൻ, നല്ല നിലയിൽ എത്തുക. ഇവർ രണ്ടുപേരുടെയും ആ ഊർജം കാരണം, ആ വാശി കാരണം അത് എനിക്കും ഉണ്ടായിരുന്നു. അതാണ് എന്നെ ഈ പഠിക്കാൻ എന്നെ ഒത്തിരി പ്രേരിപ്പിച്ചതും എല്ലാം. കുഞ്ഞുനാൾ മുതൽ തന്നെ എന്റെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. അമ്മ എന്നെ 9ാം ക്ലാസ് വരെ എന്റെ കൂടെ ഇരുത്തി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം സിവിൽ സർവീസിന്റെ എല്ലാ പ്രചോദനവും, എല്ലാ മോട്ടിവേഷനും, എല്ലാ പ്രാർത്ഥനകളും
അച്ഛനും അമ്മയും എനിക്ക് അവള് തന്നിട്ടുണ്ട്. നന്നായി ഓക്കെ, ഇതേതായാലും ഇത് കരിയറിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഞാൻ എടുത്തു പറയേണ്ടത് ഇവിടെ ഫാമിലിയുടെ ഒരു എഫേർട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് പേരൻസ് ശ്രീജയെ പഠിപ്പിച്ചത് എന്നുള്ളതിലും അത് തന്നെയാണ് ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ടത്. അതുപോലെ തന്നെ ശ്രീജയുടെ ആ ഒരു എഫേർട്ടിനും. അങ്ങനെ നിരവധി ജീവിതങ്ങളും അനുഭവങ്ങളും ഒക്കെ ഓരോരുത്തർക്കും പറയാനുണ്ടാവും. അത് ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അനുഭവമാണ് ശ്രീജയും അതോടൊപ്പം തന്നെ ശ്രീജയുടെ ഒക്കെ പേരൻസ് പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.